ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു കുഞ്ഞു ടോപ്പിക്കാണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, കളർ കോഡ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒന്നിൽ കൂടുതൽ റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ അതിൻ്റെ വാല്യൂവിൽ മാറ്റം വരുത്താം, നമുക്ക് ആവശ്യമായ രീതിയിൽ എങ്ങനെയൊക്കെ റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാം, അതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ അതിൽ 2 ടൈപ്സ് ഓഫ് കോമ്പിനേഷനാണുള്ളത്. ഒന്ന് സീരീസ് കോമ്പിനേഷൻ, സെക്കൻഡ് വൺ പാരലൽ കോമ്പിനേഷൻ. കപ്പാസിറ്റേഴ്സിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ. അതേപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിലും സീരീസ് ആൻഡ് പാരലൽ. അതിൽ സീരീസ് കോമ്പിനേഷൻ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുക. സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് വിത്ത് വൺ അനദർ. ഒന്നിൻ്റെ എൻഡിൽ വേറൊന്ന് ജോയിൻ ചെയ്ത് നമ്മൾ 3 റെസിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്തു, R1, R2, R3. ഇവിടെ നോക്കൂ, നിങ്ങളിപ്പോൾ R2 റെസിസ്റ്റർ ഒരു എൻഡ് R1 ആയിട്ട് കണക്ട് ചെയ്തു, മറ്റേ എൻഡ് R3 ആയിട്ട് കണക്ട് ചെയ്തു. ഇനി വേറൊരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ R4 ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു. ആ രീതിയിലുള്ള കണക്ഷൻ എൻഡ് ടു എൻഡ്, R1ൻ്റെ എൻഡിൽ R2, R2ൻ്റെ എൻഡിൽ R3. ഈ ഒരു ടൈപ്പ് കണക്ഷനാണ് സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ മനുഷ്യ ചങ്ങലൊക്കെ പോലെ. ഓക്കെ, ഇപ്പോൾ അയാളുടെ ഒരു കയ്യിൽ R1, ഇപ്പുറത്തെ ഒരാളെ പിടിച്ചു, മറ്റേ കയ്യിൽ വേറൊരാളെ പിടിക്കുന്നു. ആ ഒരു രീതിയിലുള്ള കണക്ഷൻ അല്ലേ, ഇതാണ് സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷൻ. നമുക്ക് ഈ 3 റെസിസ്റ്റൻസും കമ്പൈൻ ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്, ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഡെറിവേഷനാണ്, സിമ്പിൾ ഡെറിവേഷനാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ എൻഡിന് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ്. ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു, വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ എൻഡിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ എൻഡിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും എത്ര തന്നെയാണ്? വി ആണ്. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. ഈ വി പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ സീരീസ് കണക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ഇതാണ്. അതായത് സീരീസ് കണക്ഷൻ ഈ വയറിലൂടെ കറണ്ട് പാസ് ചെയ്താൽ ഈ എല്ലാ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്ത് പോകുന്ന കറണ്ട് സെയിം ആണ് അല്ലേ. ഇതിലൂടെ എൻ്റർ ചെയ്താൽ പിന്നെ ആ കറണ്ടിന് പോകാൻ വേറെ വഴിയില്ല, ഈ ഇതിലൂടെ തന്നെ പാസ് ചെയ്ത് വരും. കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷെ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? വോൾട്ടേജ് വേരി ചെയ്യും. ഇങ്ങനെ ഓരോ റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. R1ന് എക്രോസ് ആയിട്ട് V1, R2ന് എക്രോസ് ആയിട്ട് V2, R3ക്ക് എക്രോസ് ആയിട്ട് V3. പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നു. ടോട്ടൽ V എന്ന പൊട്ടൻഷ്യൽ ഈ 3 റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. കറണ്ട് സെയിം, V ഡിഫറെൻ്റ്. That is V is equal to V1 plus V2 plus V3. From Ohm's law, what is V? V is equal to I into R, current into resistance അല്ലേ. അപ്പോൾ നമ്മൾ V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? I കറണ്ടാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്, I into R1. V2 എന്ന് പറയുന്നത് I into R2. V3 എന്ന് പറയുന്നത് I into R3. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി I കോമൺ ആണ്, അപ്പോൾ I into R1 plus R2 plus R3. Equation number 1. V is equal to I into R1 plus R2 plus R3. Put it as equation number 1. ഇനി ഈ 3 റെസിസ്റ്റേഴ്സിന് പകരം നമ്മൾ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒറ്റ റെസിസ്റ്ററായിട്ട് മാറ്റുകയാണെന്ന് വിചാരിക്കുക. ഈ 3 റെസിസ്റ്റൻസിന് എഫക്റ്റീവായിട്ട് റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവില്ലേ, അത് RS ആണെന്ന് ഇമാജിൻ ചെയ്താൽ നമുക്ക് അവിടെ വീണ്ടും ഓംസ് ലോ അപ്ലൈ ചെയ്താൽ ഇതിന് ടോട്ടൽ ഈ ടെർമിനലുള്ള പൊട്ടൻഷ്യൽ V ആണ്, എൻഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് RS ആണെന്ന് കൊടുക്കുക. അതായത് സീരീസ് എന്നുള്ള അർത്ഥത്തിലാണ് RS എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
V is equal to I into Rs, equation number 2. From 1 and 2 രണ്ട് ഭാഗത്തും V തന്നെ. I into Rs is equal to I into R1 plus R2 plus R3. I രണ്ട് ഭാഗത്തു നിന്നും ക്യാൻസൽ ചെയ്ത് പോയാൽ Rs is equal to R1 plus R2 plus R3. This is the effective resistance in series combination. Effective resistance in series combination. രണ്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R1 പ്ലസ് R2. മൂന്നാകുമ്പോൾ R1 പ്ലസ് R2 പ്ലസ് R3. ഇനി ഒരു 4 റെസിസ്റ്റർ ആണ് R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4. ദാറ്റ് മീൻസ് in series combination, effective resistance is equal to the sum of individual resistance. എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത്രയും റെസിസ്റ്റൻസ് കൂട്ടി എടുക്കുന്നതാണ് effective resistance in series combination. If there are n equal resistors connected in series, then Rs is equal to n into R. അല്ലേ, n equal resistance. അപ്പോൾ 3 2 ohm റെസിസ്റ്റൻസ് എടുത്തു വെച്ചാൽ അപ്പോൾ 2 ohm പ്ലസ് 2 ohm പ്ലസ് 2 ohm 2 2 2 6 അല്ലേ, അത് തന്നെയാണ് എന്ത് 3 ഇൻറ്റു 2 ചെയ്താൽ മതി. അതാണ് ഉദ്ദേശിക്കുന്നത്. Rs is equal to n into R. Next point, the total resistance in the series circuit is more than greatest resistance in the circuit. അല്ലേ, നമ്മൾ 1 ohm 2 ohm 3 ohm റെസിസ്റ്റേഴ്സ് സീരീസ് ആയി കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതിലേറ്റവും വലിയ റെസിസ്റ്റർ ഏതാ 3 ohm ആണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നത് 1 പ്ലസ് 2 പ്ലസ് 3, അതായത് 6 എന്ന് പറയുന്നത് 3യേക്കാൾ കൂടുതലാണ് അല്ലേ. അത് നമുക്കറിയാം. അതായത് കൂട്ടി കൊണ്ടുവരികയാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സീരീസിൽ ജസ്റ്റ് സിംപ്ലി ആഡ് ചെയ്താൽ മതി ഓരോന്നും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൽ ആ റെസിസ്റ്റൻസിനെ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാൾ കൂടിയ ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയാനുള്ളത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ Rs is equal to R1 plus R2 plus R3 plus etc. Thank you.